بالعالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا വളരെയേറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികതയെ അമിതമായി വാരിപ്പുണരുന്ന പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കാനും ഭയഭക്തരായി മാതൃകകളായി ആളുകൾക്കെന്നും നല്ല നിലയിൽ ഓർക്കാൻ പറ്റുന്ന ഒരു തലമുറയായി ജീവിക്കാൻ എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഈ സമൂഹത്തിൻ്റെ ദൗത്യം, അതിൻ്റെ വൃത്തം അത് ആ സമുദായത്തിൽ മാത്രം പരിമിതമാണോ? മുസ്ലിമായി ജീവിച്ച് മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങി മുസ്ലിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുസ്ലിങ്ങളിലെ ശിർക്കും കുഫറും പറഞ്ഞ് മുസ്ലിങ്ങളിലെ ബിദ്അത്ത് പറഞ്ഞ് അങ്ങനെ നമ്മുടെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ മോക്ഷം കാംക്ഷിക്കാതെ മറ്റുള്ളവരെന്തായി നശിച്ചാലും ശിർക്കായാലും കുഫറായാലും അവരേതേത് പടച്ചോന് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാലും അവരെക്കുറിച്ച് ഓർത്തിട്ട് പടച്ചോനെ ഈ സമുദായം ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഒരു പാപഭാരം എന്നിലേക്കും മടങ്ങുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. 2-3 വെള്ളിയാഴ്ച തുടർച്ചയായി പറയേണ്ട ഒരാവശ്യത്തിലേക്കുള്ളൊരു വിഷയത്തിൻ്റെ ആമുഖം, അതിൻ്റെ പ്രവേശന കവാടം അത് ഭംഗിയാക്കാനാണ് വിചാരിക്കുന്നത്. ഒന്ന്, നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ കുൻതും ഖൈറ ഉമ്മ. ഖുർആനിൽ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് കുൻതും ഖൈറ ഉമ്മ. നിങ്ങളിൽ നിന്നൊരു ഖൈറ ഉമ്മത്ത് ഉണ്ടാകട്ടെ. ഉഖ്രിജത് ലിന്നാസ്. ശരിക്കും മനസ്സിലായിക്കോളി, നിങ്ങളിൽ നിന്ന് ഒരു സമുദായം ഉണ്ടാകട്ടെ, ഒരു സമൂഹം ഉണ്ടാകട്ടെ, ഒരു സംഘമുണ്ടാകട്ടെ. എന്ത്? ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു സമൂഹം.
എത്ര വിശാലമാണല്ലേ ആ വൃത്തം? ഭൂമിയോളം വിശാലമാണ്. അതിന് അതിർവരമ്പുകളില്ല, ദേശ അതിർവരമ്പുകളില്ല, ഭാഷ അതിർവരമ്പുകളില്ല. ഇപ്പൊ നമ്മളിവിടെ അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോ കടയിലുള്ള ഇതര മതക്കാരൊക്കെ മുസ്ലിങ്ങൾ പള്ളിയിൽ പോവുകയാണ്, മാഷാ അല്ലാഹ്, എല്ലാ വെള്ളിയാഴ്ചയും അയാള് ഈ സമയത്ത് കടയടച്ചു പോവും. അഭിമാനത്തോടു കൂടിയേ അവർ ഓർക്കൂ. ഒരിക്കലും നമ്മളോട് ആ വിഷയത്തിലൊന്നും അവർക്ക് എന്തില്ല, എന്താ ഇപ്പൊ ഇങ്ങനെയല്ല. അവർ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത്. നല്ലൊരു ശതമാനം ആളുകൾ. ഒറ്റപ്പെട്ട കേസുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറന്നുകൊണ്ടും അല്ല. അപ്പോ നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ കുൻതും ഖൈറ ഉമ്മ, ഒരു ഉത്തമമായ സമുദായം. നിങ്ങളുടെ സമുദായം, നിങ്ങളുടെ ആ അള്ളാഹ് ആഗ്രഹിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി എന്നെ അതിൽ പറഞ്ഞു. കുൻതും ഖൈറ ഉമ്മ, കുറെ ആളുകൾ ഉണ്ടാകട്ടെ എന്നല്ല, അന്നാസ് ഉണ്ടാകട്ടെ എന്ന് മാത്രമല്ല. അള്ളാഹ് പറയുന്നത് എന്താണ്? കുൻതും ഖൈറ ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉത്തമ സമൂഹം ഉണ്ടാവട്ടെ. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട. അതെല്ലാവരും അടിവരയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട. അപ്പൊ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. എന്തിനാണ് ഈ ജനത ഉണ്ടാവുന്നത്? മനുഷ്യർക്ക് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞേ വളരെ ലഘുവായ മുസ്ലിങ്ങളുടെ ശിർക്ക്, മുസ്ലിങ്ങളുടെ കുഫ്ർ, മുസ്ലിങ്ങളിലെ ബിദ്അത്ത്, മുസ്ലിങ്ങളിലെ അനാചാരം, മുസ്ലിങ്ങളിലെ അധർമ്മം, അത് എതിർക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാം. എന്നാൽ മറ്റുള്ള മതക്കാരെയും കൂടെ അള്ളാഹ് എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് എന്റെ നാട്ടിൽ ജീവിക്കുന്ന, ക്ഷേത്രത്തിൽ പോകുന്ന, എനിക്ക് നല്ല പരിചയമുള്ള, എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനായ ഒരാളെ കുറിച്ച് എന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ശരിക്കും ഇവിടെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ 22-ാം മൈൽ ഈ പള്ളിയിൽ വരുന്നത്. സാമാന്യം കാര്യബോധമുള്ള എല്ലാവരും, കുട്ടികളായാലും സ്ത്രീകളായാലും മുതിർന്നവരായാലും ഒരു കാര്യബോധമുള്ള ആളുകളാണ്. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കുക, നമ്മൾ ആരാണ്, നമ്മുടെ ദൗത്യം എന്താണ്? കാരണം കാലചക്രം കറങ്ങുമ്പോൾ നമ്മൾ മരിച്ചു പിരിയല്ലോ, നമ്മൾ പോവല്ലോ, നമുക്ക് ആർക്കും അറിയില്ലല്ലോ നമ്മൾ എന്ന് മടങ്ങിപ്പോകും, എങ്ങോട്ട് പോകും. എത്രയോ ആക്സിഡന്റുകൾ ഞാൻ തന്നെ യാത്രയിൽ കാണാറുണ്ട്. പടച്ചവനോട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് വരിക. എത്ര ആക്സിഡന്റുകൾ എനിക്കിന്ന് ഒരുപാട് തവണ ഉറക്കു വരുന്നു. അപ്പൊ ഞാൻ ദിക്റ് ചൊല്ലിക്കൊണ്ടാണ് ഈ ഖുത്ബ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത്. ഞാൻ പറയുന്നത്, ഉറക്കൊഴിയേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും. ഈ സന്ദർഭങ്ങളൊക്കെ അതിജയിച്ച് നമ്മൾ നിർബന്ധപൂർവം വരുമ്പോഴും നമ്മളെ അള്ളാഹ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഇതിനിടയിൽ ഒന്നും ചെയ്യാതെ മരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനില്ലേ, അത് വളരെ വലുതായിരിക്കും. അത് ആ നിമിഷം മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ കരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ സത്പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോളാം പടച്ചോനെ, എന്റെ പൈസ അല്ലേ ഞാൻ നല്ല കാര്യത്തിന് ചെലവഴിച്ചോളാം റബ്ബേ, ഒരു തിരൂട റബ്ബേ. മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ മനുഷ്യന് തോന്നുന്നൊരു വികാരമാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, അതൊക്കെ ഒരു വെറും വാക്കാണ്, അതെന്നെ എന്റെ ഒരു വാക്കാണ്. എത്രയോ മുഹൂർത്തം നിനക്ക് നന്നാകാൻ ഞാൻ തന്നിരുന്നു ദുനിയാവില്, നീ ഓർത്ത് നോക്ക്, നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇതെപ്പോഴും ഓർക്കുന്ന ഒരാളാണ്. നമ്മൾ എപ്പോഴാണ് അള്ളാഹുവിൽ ഒരു മിനിറ്റ് നമുക്കൊരാളെ കിട്ടിയാൽ അയാളോടൊരു നന്മ പറയാൻ, സത്യത്തിൽ നമ്മൾ ഈ ഇരിക്കുന്ന, നമ്മളൊരു പക്ഷെ ഒരുപാട് കാലം ജീവിച്ചു, നിസ്കാരമൊക്കെ കണിശമാണ്, വീട്ടിലൊക്കെ നല്ല ആണ്, ജോലി സ്ഥലത്തൊക്കെയാണ്, പക്ഷെ ഒരാളോട് ഇസ്ലാം പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ലാത്ത എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. എന്നാൽ ഇസ്ലാം എത്തിക്കുന്ന ആളുകളോട് അവർക്ക് ഭയങ്കര സ്നേഹ, അതിലൊന്നും ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ശാന്തി ഹോസ്പിറ്റലിൽ സ്ഥിരം ഉപ്പനയും കൊണ്ടുവരികയാണ്. ഞാൻ ശാന്തി ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഉസ്താദ്, അയാൾ ആദ്യം തന്നെ വന്നിട്ട് എന്നോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, പടച്ചോന്റെ ഒരു കളി, ഞാൻ ഇപ്പൊ പോലും നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടേ ഉള്ളൂ. അയാൾ പറയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടേ ഉള്ളൂ, ഞാൻ AP സുന്നിയാണ് കേട്ടോ. എനിക്ക് സംഘടനാപരമായ നമ്മൾ തമ്മിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇതര മതക്കാർക്ക് നിങ്ങൾ ദീനെത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ആ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മുജാഹിദ് പ്രബോധകനെ കാണാൻ ആഗ്രഹിച്ച നിങ്ങളെയാണ്. അപ്പോഴേ നമ്മുടെ വലിപ്പം നമുക്ക് മനസ്സിലാകുക, നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം. കാരണം നമ്മുടെ ബദ്ധവൈരി എന്ന് ആദർശപരമായി നമ്മൾ പറയുന്ന ആളുകൾ പോലും ഇഷ്ടപ്പെടുന്നൊരു മേഖല എന്താണ്? ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരോട് നമുക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കുറച്ച് ഖുർആന്റെ വചനം ഇങ്ങനെ ക്രോഡീകരിച്ച് പറഞ്ഞു പോവുകയാണ്. ഇത് കേൾക്കുന്ന നമ്മളാണ് ആലോചിക്കേണ്ടത്, ഈ ഖുർആൻ വചനം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ
എന്നെ അള്ളാഹു തെരഞ്ഞെടുത്ത് ഇവിടുത്തെ മനുഷ്യന്മാർക്ക് വേണ്ടിയാണെങ്കിൽ എങ്ങനെ ഞാൻ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമായിട്ട് കഴിച്ചുകൂട്ടും? ഇവിടെ മഞ്ചേരി, നിങ്ങൾക്കറിയാലോ, മഞ്ചേരി ഉണ്ടായിട്ടുള്ള കുറേ ചരിത്രങ്ങൾ. ഒന്ന് മർക്കസുൽ ബിഷാറ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു ഇവിടെ ക്രിസ്ത്യാനികൾക്കിടയിൽ. കുറച്ച് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ അറിയാം. അതിനെ പൊളിച്ചെഴുതുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ഉമർ മൗലവി. ഫാദർ അലവിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നവരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പുൽപ്പായിട്ട് കിടന്ന മനുഷ്യനാണ് ഉമർ മൗലവി. ഫാദർ അലവിയെ കൊണ്ടുവന്നതും മർക്കസുൽ ബിഷാറ സ്ഥാപിച്ചതും ക്രിസ്ത്യാനികളാണ്. അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ. പക്ഷെ മഞ്ചേരിയിൽ വിജയിച്ചില്ല. അതിന്ന് വേറൊരു പേരിൽ റൂട്ട് മാറി പോവുകയുണ്ടായത്. ഇവിടുന്ന് മീസാനുൽ ഹഖും അതുപോലെ പല സംഗതികളും കൃത്രിമം നിറഞ്ഞ ഒരുപാട് ക്രിസ്തീയ ഗ്രന്ഥങ്ങളും മുസ്ലിങ്ങളെ ചാക്കിലിടാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നൊരു കാലം. സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ, അദ്ദേഹം ഒരു ഇൻസ്പെക്ടറും കണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടറും കണ്ടായിരുന്നു അദ്ദേഹം. ആ ജോലി വിട്ടിട്ടാണ് അദ്ദേഹം ദൈവത്തിലേക്ക് ഇറങ്ങിയത്. കാരണം എന്താണ്? ക്രൈസ്തവരിവിടെ ശിർക്കിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ നമ്മുടെ ബാധ്യതയാണല്ലോ എന്ന നിലയിലാണ് അദ്ദേഹം. കാരണം അള്ളാഹ് തന്നെ പറയുന്നു, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് ഓർക്കുണ്ടാവും, വയുൻസിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ, അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നവരോട് പറ, ഇത് ശരിയല്ലെന്ന് പറ, ഇത് വലിയ അപകടമാണെന്ന് പറ, അതിൽ സത്യതയില്ലെന്ന് പറ, അതവരുടെ നാവ് കൊണ്ട് പറയുന്ന കാര്യമാണ് എന്ന് അവരോട് പറ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ഒന്നും ഓതിയാതല്ലേ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആ ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4ാമത്തെ വചനം എന്താ? വയുൻസിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ, അള്ളാഹു കുട്ടിയുണ്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനികളോട് താക്കീത് കൊടുക്കണം. ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം, മുസ്ലിങ്ങൾ കൊടുക്കണം. നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ, ഒരു ആന്റണി ഉണ്ടെങ്കിൽ, ആ ആന്റണിയോട് നിന്റെ വിശ്വാസം ശരിയല്ലെന്ന് പറയാൻ അള്ളാഹ് ഏൽപ്പിച്ചത് നമ്മളെയാണ്. വിശാലമായ മനുഷ്യസ്നേഹം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനം എല്ലാവർക്കും സുപരിചിതമാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. നിങ്ങൾ കണ്ടോ, മുസ്ലിം എന്നല്ല, പാശ്ചാത്യർ എന്നല്ല, പൗരസ്ഥൻ എന്നല്ല, ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ എന്നല്ല. ആയത്തിന് എന്താണ്? നോക്കൂ, ലിതുഖ്രിജൻ നാസ, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, മിനൽ ദുലുമാതി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇപ്പൊ ഖുർആൻ ഇറങ്ങിയ എന്തിനാണ്? ഖുർആൻ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഇപ്പം ചതുർവേദം കയ്യിൽ വെക്കുന്ന ഹൈന്ദവർ, ഋഗ്വേദവും സാമവേദവും അഥർവേദവും യജുർവേദവും കയ്യിൽ വെക്കുന്ന ആളുകൾ, സെന്നവസ്ത്, തെൽമൂദ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, 108 സുപ്രധാനമായ ഉപനിഷത്ത്, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഇതൊക്കെ ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഖുർആൻ പറയണേ, ഈ ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്? അത് ഏതെങ്കിലും ഒരു വർഗത്തിന്റെ മോചനമോ ഒരു ജനതയുടെ മോചനമോ? യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിശ്ചയിക്കപ്പെട്ടത് ഒരു നിശ്ചിത ബൗണ്ടറിക്കുള്ളിലാണ്, അല്ലെ? ഇസ്രായേൽ ഭവനത്തിൽ കാണാതെ പോയ കുഞ്ഞാടുകളിലേക്കാണ് എന്റെ നിയോഗം. അവര് ഒരു പെർട്ടിക്കുലർ സമൂഹത്തിന്റെ അതിർവരമ്പ് വരെ അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തു. അതിനപ്പുറത്തുള്ളവരെ പോലും അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നില്ല. അത് ബൈബിളും പറയുന്നുണ്ട്, ഖുർആനും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് യോഗിക്കപ്പെട്ടത് ഒരു പ്രത്യേക ജനതയിലേക്കാണ്, മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ദൂതനെ സംബന്ധിച്ച് പോലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ദൂതൻ ആരാണ്? നിങ്ങൾ കേട്ടോളൂ, ഒരായത്ത്, ഒരു ഖുർആനിക വചനം, 7-ാം അധ്യായം 158-ാമത്തെ വചനമാണ്. ഇത് നമ്മുടെ മനസ്സ്, ഇതൊക്കെ ഖുർആനിലുള്ളതാണല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അതാ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് വായിക്കരുത്, ഇത് പറയരുത്. യാ അയ്യുഹന്ന കുൽ, കുൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയൂ നബിയേ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അതിലെല്ലാവരും വന്നു. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ, അമേരിക്കൻ പ്രസിഡന്റ്, എല്ലാ ലോകത്ത് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവരെല്ലാം വന്നു. അവിടെ പറയാൻ കുൽ, പറയുക നബിയെ, എന്ത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കെല്ലാം ഉള്ള പ്രവാചകനാണ്. എന്നിട്ട് ആ വാചകം എങ്ങനെ പറയണ അറിയോ? ഞാൻ നിങ്ങളിലേക്കെല്ലാം. അല്ലതി, എങ്ങനെയുള്ള ദൈവം? ലുഹുൽ മുൽക്ക്, അവൻ ആധിപത്യമുണ്ട്. അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യമാർക്കാണോ? എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു ഖുർആനിക വചന, ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുത്തിട്ട് ഒരാളെ പറഞ്ഞേക്കല്ല, ഒരു കൃഷി വകുപ്പിൽ നിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞേക്കല്ല,
അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നൊരു ലെറ്റർ വരികയല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമുക്കൊരു ലെറ്റർ വരികയല്ല. മറിച്ച് അല്ലാഹ് പറയാണ്, ഒരു പഞ്ചായത്തിന്റെ ആളോ ഒരു ജില്ലയുടെ ആളോ ഒരു രാജാവോ ഏൽപ്പിച്ച ആളല്ല ഈ നബി. പിന്നെന്താണ്? ആകാശഭൂമികളുടെ മുലൂക്കിയത്തുള്ള രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ ദൂതൻ. ആർക്ക് വേണ്ടി? നിങ്ങൾക്കെല്ലാം വേണ്ടി. പറയൂ നബിയെ, ഈ നിരക്ഷരനായ പ്രവാചകൻ ലോകർക്ക് വേണ്ടിയാകുന്നു. ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹമ്മദ് ഇതിഖ്യാത ശിഷ്യശാഖാ സമുന്നിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ അങ്ങനെ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നു. നമ്മൾ ശരിക്കും പഠിക്കണ്ടേ? നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ആളുകളോട് നമുക്കൊരു ബാധ്യതയില്ലേ? ജൂതക്കുട്ടി മരിക്കുന്നിടത്ത് നബി നിർവഹിച്ചൊരു ബാധ്യതയില്ലേ? എന്തിന്? എന്റെ പൊന്നാര ജനങ്ങളെ, നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പറയാനുള്ളതാണെങ്കിൽ പോലും ഈ റസൂലിന്റെ ദഅവത്ത് ഏതെങ്കിലും ഒരു ജനപദത്തിൽ പരിമിതപ്പെടുത്തിയോ? ഇല്ല എന്ന് നമ്മൾ അറിയണം. ഇല്ല എന്ന് നമ്മൾ അറിയണം. നമ്മൾ വയല് വെക്കുന്നു, വാചാലരാകുന്നു, മുസ്ലിം സമുദായത്തിലേക്ക് നമ്മൾ വരുന്നു. പക്ഷേ ഇതര സമൂഹം, അത് മുസ്ലിങ്ങളൊരു വയല്, അങ്ങനെയല്ലല്ലോ വേണ്ടത്. എല്ലാ ജനങ്ങൾക്കിടയിലും അത് ചർച്ചയാകണ്ടേ? അങ്ങനെ ചർച്ചയാകണമെങ്കിൽ ഞങ്ങൾ ജനങ്ങളിലേക്കുള്ളവരാ. നോക്കൂ, ഖുർആന്റെ 2-ാമത്തെ വചനം പ്രവാചകനെ പറ്റി പറയാൻ. അല്ല, നമ്മളിതൊക്കെ കാണണം. ഖുർആനിലെ 34-ാം അധ്യായം 28-ാമത്തെ വചനം എന്താ അറിയോ? വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത് അറിയങ്ങള്? വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അന്നാസ് എന്ന് രണ്ട് നോക്ക് നിങ്ങള്. നബി അയച്ചത് ആർക്ക് വേണ്ടിയാണ്? ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. ലോകർക്ക് മുഴുവനുമുള്ള. ശ്രീനാരായണ ഗുരു SNDP എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരിക അല്ലേ? ആര്? സ്വാമി വിവേകാനന്ദൻ. നമ്മുടെ മനസ്സിൽ എന്താ പറയുക? ഹിന്ദു നവോത്ഥാനത്തിന്റെ ആളുകൾ, ബാഗ്ബടാനന്ദ സ്വാമികൾ. നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് അവരെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? സത്യാർത്ഥ പ്രകാശ, ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. അതെല്ലാം ഒരു വിഭാഗം ആളുകളിലേക്ക്. വക്കമൗലവി, കേഴ്മൗലവി എന്നൊക്കെ പറയാം. ഇതല്ല ഈ നബിയെ കുറിച്ച് അല്ലാഹ് പറയുന്നത് അറിയോ? കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. സുരേന്ദ്ര, ഒന്നിങ്ങോട്ട് വാ മോനെ നരകം കിട്ടോ സ്വർഗം കിട്ടോ. കല്യാണി അമ്മ ചിരിച്ചിട്ട് പല്ലൊന്നുമില്ല, നല്ല പ്രായം, വല്യമ്മന്റെ കൂടെ ജീവിച്ച. വല്യമ്മ നേരത്തെ മരിച്ചുപോയി. അങ്ങനെ അവര് നിലത്തോട്ട് കുനിഞ്ഞ് ഊരൊന്നും വളയാതെ, അല്ല ഊര വളഞ്ഞുപോയി, അവർക്ക് നീർന്നു നിൽക്കാൻ പറ്റണില്ല. ആ ചിരിക്കുന്ന, മോണ കാണിച്ച് ചിരിക്കുന്ന ചെറിയ കുഞ്ഞിനെ പോലെയുള്ള കല്യാണമ്മയെ കുറിച്ച് കാണുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? റബ്ബേ, എന്റെ വല്യമ്മന്റെ കൂട്ടുകാരത്തിയായിരുന്നു, എന്തോ ഒരു സ്നേഹത്ത് കഴിഞ്ഞവരാ അവര്. നാളെ അവര് ചോദിക്കൂലേ, അമിന, ഞാൻ നിന്റെ കൂടെ ജീവിച്ചിട്ട്, നിന്റെ പ്രവാചകൻ ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനായിട്ട്, എന്റെയും കൂടി പ്രവാചകനായിട്ട് എന്തേ നിങ്ങൾ പറഞ്ഞു തരാത്തെന്ന് അവർ ചോദിക്കില്ലേ? ഈ സങ്കടം ചെറുതാണോ? ഈ വേദന ചെറുതാണോ? എത്ര മുസ്ലിങ്ങൾ നമുക്ക് പരിചയമുള്ളവർ മരിച്ചു പിരിഞ്ഞു. അവര് നാളെ അള്ളാന്റെ മുമ്പിൽ പരാതി പറയില്ലേ? അവരല്ലാഹുവിന്റെ മുമ്പിൽ കംപ്ലൈന്റ് പറയില്ലേ? ബയ്യന്നാഹു ലിന്നാസി. ഓർക്ക്, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഖുർആൻ വിവരിച്ചു, പക്ഷേ നിങ്ങളത് മറച്ചു വെച്ചു. നിങ്ങളെ മറച്ചു. അങ്ങനെ എന്താ അല്ലാഹ് പറയുന്നത്? ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലായിനൂൻ. അല്ലാഹ് നിങ്ങളെ ശപിക്കൂട്ടോ. അല്ലാഹ് ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയ ഒരു ഗ്രന്ഥത്തെ മറച്ചു വെച്ചതിന്റെ പേരിൽ അല്ലാഹ് നിങ്ങളെ ശപിക്കും. കോടിക്കണക്കിന് മാലാഖമാർ നിങ്ങളെ ശപിക്കും. നാളെ മഹ്ശറയിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ജീവിച്ച കോടിക്കണക്കായ 87% വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ നമുക്കെതിരെ അള്ളാഹിനോട് പറയും, നാഥാ, ഇവർ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല. ഖുർആന്റെ പ്രയോഗ 2-ാം അധ്യായം 159, 160. അന്നാസ്, ലോകം. വല്ലാത്തൊരു പ്രയോഗമാണത്. അടുത്തതോ വആഖരീന മിൻഹുൽ ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം 3-ാമത്തെ വചനം. വരാനിരിക്കുന്ന സമൂഹത്തിലേക്ക് ഞാൻ നബിയാണ്. ലോകം അവസാനിക്കുന്നവരെ ആരൊക്കെ ലോകത്ത് ജനിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഹോസ്പിറ്റലിൽ നമ്മുടെ മോള് പ്രസവിച്ച് കിടക്കുന്നു. അപ്പുറത്തതാ മാധവി ചേച്ചിയുടെ മോള്, അവള് ഇരട്ട കുട്ടികളെ പ്രസവിച്ചു.
അവിടെ നിൽക്കുന്ന ഒരു മുസൽമാന്റെ മനസ്സിലുണ്ടാകുക എന്തറിയോ? ഈ ജനിച്ച കുഞ്ഞെനിക്ക് എത്ര പ്രിയങ്കരമാണോ അതുപോലെ ദേവത്തെത്തിക്കുന്നതിൽ ഈ രണ്ട് കുട്ടികൾ എന്റെ പ്രബോധനത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാം വേർതിരിച്ച് വർഗീയതയോടുകൂടി കാണാൻ പഠിച്ചവരായി. ഇനി നിങ്ങൾ ചിന്തിക്ക്, ഖുർആനിൽ നിന്ന് ഞാൻ ഏതാനും വചനങ്ങൾ വളരെ വേഗത്തിൽ നോക്കൂ. നിങ്ങൾ ഹാദാ ബലാഉൽ ലിന്നാസ്, സൂറത്ത് ഇബ്രാഹിമിലെ 1-ാമത്തെ വചനം എന്തായിരുന്നു? ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. സൂറത്ത് ഇബ്രാഹിമിൽ 52 വചനമാണ്. സൂറത്ത് ഇബ്രാഹിം അവസാനിക്കുന്ന എങ്ങനെയാ? ഹാദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറൂ ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഖുർആന്റെ വചനമൊക്കെ നമ്മൾ എങ്ങനെ ഒഴിവാക്കും? നോക്കൂ, ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാകുന്നു. മനുഷ്യരെന്ന വൃത്തം നമ്മൾ എങ്ങനെ മുസ്ലിങ്ങളിലാക്കി ചുരുക്കി, അല്ലേ? മുസ്ലിങ്ങൾ മാത്രം നന്നായാൽ മതിയോ? ഒരു ഡോക്ടർ മുസ്ലിമിനെ മാത്രമേ ചികിത്സിക്കുള്ളൂ? അയാളുടെ മുമ്പിൽ രോഗികൾ, അത് മനുഷ്യർക്ക് ആർക്കുണ്ടോ അവരയാളുടെ കഥാപാത്രമാണ്. മുസ്ലിം ആയാലേ നല്ലോണം നോക്കൂ, അമുസ്ലിമായ നോക്കൂല എന്നാണോ? ഒരു പ്രബോധകന്റെ മനസ്സിൽ വിശാലമാണ്. ഹാദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ളതാണ്. ജനങ്ങൾ എന്തറിയണം? വലിയ അലമൂ, അവർ മനസ്സിലാക്കണം. ഈ ജനമുണ്ടല്ലോ അന്നാസ്, ആ അന്നാസ് അറിയണം. ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അവരുടെ ദൈവം ഏകനാണെന്ന് അറിയണം. ആരറിയിക്കും? ഇവിടുത്തെ ചന്ദനോട്, ഇവിടുത്തെ ഗണേശനോട്, ഇവിടുത്തെ സുബ്രഹ്മണ്യനോട് ആര് പറയും? അടുത്ത വാചകം നിങ്ങളൊന്ന് കേൾക്ക്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, അല്ലയോ മനുഷ്യരെ, ഒരാണിൽ നിന്നൊരു പെണ്ണിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് വിളിക്കുകയാണ് ഒന്നാകാൻ, ഏകനാവാൻ. 49-ാം അധ്യായം 13. 2-ാം അധ്യായം 213 എന്താ? കനന്നാസു ഉമ്മതൻ വാഹിദാ ഫബഅസല്ലാഹു النبيين ومبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس. അന്നാസ്, എത്ര തവണയല്ലേ? മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു. നിങ്ങൾ ഇന്ന് പറയുന്ന അവാന്തര വിഭാഗമോ ജാതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഖുർആൻ പറയാൻ ഒരൊറ്റ ദൈവത്തെ മാത്രം വിളിച്ചു 10 തലമുറ. ആദം നബിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള 10 തലമുറ, നൂഹ് നബി വരെ ഒരൊറ്റ ദൈവം. അതിൽ ദേവിയില്ല, ദേവനില്ല, യേശുവില്ല, ജിന്നില്ല, മലക്കില്ല, ആരും ആരാധിക്കപ്പെട്ടില്ല. അല്ലാഹ് പറയണ, ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ട് കൂടിയാണ്. ആ 10 തലമുറ പിന്നീട് അല്ലാഹ് പറയാണ് കാനന്നാസു ഉമ്മത്തൻ വാഹിദ, പിന്നീട് അവർ ഭിന്നിച്ചപ്പോൾ നാം പ്രവാചകന്മാരയച്ചു. എന്തിന്? ഒന്നിപ്പിക്കാൻ, ഒറ്റ മതത്തിന്റെ ആളുകളാക്കാൻ, ഒറ്റ ദൈവത്തിലേക്ക് ക്ഷണിക്കാൻ. അവർ ഭിന്നിച്ചപ്പം വേദഗ്രന്ഥം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ശിർക്കിന്റെ വല്ല അംശം ഉണ്ടോ എന്ന് അവരോട് ചോദിക്കുക. എന്തിനാണ് നിങ്ങൾ വ്യത്യസ്ത ശിർക്ക് ചെയ്ത് വ്യത്യസ്ത ടീമായി പോയത്? നിങ്ങൾ എന്തിനാണ് ആ പണി ചെയ്തത്? നിങ്ങൾ ഒറ്റക്കെട്ടായിരുന്നില്ലേ? അടുത്ത വാചകം നിങ്ങൾക്ക് ഒക്കെ അന്നാസ്. ഈ അന്നാസ് എത്ര തവണ ഖുർആൻ, അതിലൊക്കെ ഏതാനും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. സൂറത്ത് നിസായിൽ 1-ാമത്തെ വചനം നമ്മൾ ഖുതുബയിൽ ഓതുന്നതാണ്. അവിടെ അന്നാസാണ്, ജനങ്ങളാണ്, ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും. 2-ാം അധ്യായം 21. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്ന അദ്ദൈവത്തെ മനുഷ്യരെ നിങ്ങളെല്ലാവരും ഇബാദത്ത് ചെയ്യൂ. നോക്ക്, നിങ്ങൾ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, വിശുദ്ധ ഖുർആൻ പറയാണ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു, അല്ലാഹുവിലേക്ക് നിങ്ങൾ ആവശ്യക്കാരാണ്. എല്ലാ മനുഷ്യരും. അല്ലാഹു ആകട്ടെ ഗനിയാണ്, അത്യുന്നതനാണ്, ഔദാര്യവാനാണ്. 35-ാം അധ്യായം 15-ാമത്തെ വാചകമാണ്. യാ അയ്യുഹന്നാസു മാ ഗറക ബിറബ്ബിക്കൽ കരീം. 82-ാം അധ്യായം 6-ാമത്തെ വചന. ഏ മനുഷ്യ, ഉദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? അപ്പൊ അല്ലാഹ് മനുഷ്യ എന്ന് വിളിച്ചിട്ട് ഔദാര്യവാനായ റബ്ബിൽ നിന്ന് നീ മറന്നത് എന്താണ്? ഇത് ഓർമ്മപ്പെടുത്തേണ്ടത് ആരാണ്? മുസ്ലിങ്ങളാണ്. ഇസ്ലാമിന് ഇത് പറയാൻ കഴിയുന്നോളം ലോകത്തൊരാൾക്കും ഇത് പറയാൻ കഴിയില്ല.
എത്ര സന്തോഷകരമായ ഒരു കാര്യം. ഇനി അടുത്ത വാചകോ, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 80-ാം അധ്യായം 24-ാമത്തെ വചന, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, അല്ലയോ മനുഷ്യരെ, ഭൂമിയിൽ അനുവദിക്കപ്പെട്ടത് ത്വയ്യിബായത് നിങ്ങൾ കഴിച്ചോളൂ. സൂറത്ത് ബഖറ 168. അപ്പോഴും അന്നാസ് വിളിക്കണം. അന്നാസ് അന്നാസ്, യാ അയ്യുഹന്നാസ് ദുരിബ മസലും ഫസ്തമിഉ ലഹു. സൂറത്ത് ഹജ്ജാണ്, 22-ാം അധ്യായം 73-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്താണ്? അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ റബ്ബ് ഒരു ഉദാഹരണം പറയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ മനുഷ്യരെ വിളിച്ചിട്ടാ ഖുർആൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, ഈ മനുഷ്യരെ വിളിച്ച അല്ലാഹ് ഇങ്ങനെ പറയുമ്പോ ഈ ഖുർആന്റെ വചനമൊക്കെ കേട്ടിട്ട് എങ്ങനെ നമ്മൾക്കിത് മൂടി വെക്കാൻ കഴിയുന്നു? എങ്ങനെ നമുക്കിത് പറയാതിരിക്കാൻ കഴിയുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിന്റെ പ്രസംഗം, ഇന്ന് ചെറുവാടിയിൽ ഒരു മുഖാമുഖം നടത്തും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുസ്ലിയാർ കൗണ്ടർ ഇറക്കിയൊരു ചെറിയ ഭാഗമാണ് ഇങ്ങനെ കേട്ടത്. അല്ല, മുസ്ലിയാർ അമുസ്ലിങ്ങളെ കയ്യിലെടുക്കുന്ന എങ്ങനെ അറിയോ? അമുസ്ലിങ്ങളുടെ വീട്ടിൽ വരെ കയറി ഏകദൈവ വിശ്വാസം പറയും. അങ്ങനെ അടിച്ചോടിച്ചതാണ് ആലുവയെന്ന് വരെയാണ്. അപ്പൊ മൊയ്ലിയാരെ മനസ്സിൽ എന്താണ്? ഈ മുസ്ലിയാർ ആരാണ്? കാഫത്തല്ലിന്നാസി ബഷീറൻ വനദീറ എന്ന് പറഞ്ഞ റസൂലിന്റെ അനുയായിയാണോ? കംപ്ലൈന്റ് ആയിട്ട് കാണുന്നത് എന്താണ്? മുജാഹിദുകൾ അമുസ്ലിങ്ങളെ വീട്ടിൽ കയറി ഏകദൈവ വിശ്വാസം പറയും, അങ്ങനത്തെ ദുൽമ ചെയ്യുന്നവരാണ് ഇവര്. അപ്പൊ മൊയ്ലിയാർ നിലവാരെന്താ? ആ മൊയ്ലിയാർ നിലവാരെന്താ? മൊയ്ലിയാർ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായിക്കോളും, നിലവാരമില്ലാത്തവർക്ക് പറയുന്ന പേരാണ് കേട്ടോ. ക്ഷമിക്കുക, മുസ്ലിയാരാണെന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്തവനാണെന്നാണ് ഇതിനർത്ഥം. മനസ്സിലായോ? മുസ്ലിയാർക്ക് നിലവാരമില്ലാത്തവനെ മുസ്ലിയാരാക്കാൻ കഴിയും. ക്ഷമിക്കൂ കേട്ടോ. തല്ലണമെങ്കിൽ ഖുത്ബയ്ക്ക് ശേഷം പുറത്തേക്ക് തരും. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, വസ്തുത പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതാ വസ്തുത. നോക്കുക, എത്ര ദുഃഖകരമാണ്. അമുസ്ലിങ്ങൾക്ക് ദൈവത്തെത്തിച്ചത് കുറ്റകരമായിട്ടാണ് കാണുന്നത്. മുഖ്യമന്ത്രി പോലും ആ ലഘുലേഖ അവിടെ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രശംസനീയമാണ്, ഒരു ഭരണഘടന നൽകിയ അവകാശം അവർ നിർവഹിച്ചിട്ടുള്ളൂ എന്ന് വി ഡി സതീശൻ പറഞ്ഞു. പക്ഷെ മൊയ്ലിയാർ പറയുന്നതോ അത് കുറ്റകൃത്യമാണ്. നോക്കണം, അമുസ്ലിം വരെ അംഗീകരിച്ചൊരു കാര്യത്തെ പറ്റിയാണ് മൊയ്ലിയാരെ. അതുകൊണ്ടാണ് ഞാൻ നിലവാരമില്ലാത്തവൻ എന്ന് പ്രത്യേകം പറഞ്ഞ് തിരുത്താൻ ഞാനിട്ട് തയ്യാറുമല്ല കേട്ടോ, അത് വേറെ വിഷയം. നോക്കൂ, ഓരോ സ്ഥലത്തും സൂറത്തുൽ ലുഖ്മാനിലാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 33-ാമത്തെ വചനത്തിൽ പറയാം, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഒരു പിതാവും തന്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത, ഒരു സന്തതിയും തന്റെ പിതാവിന് പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസത്തെ ഭയപ്പെടൂ. അവിടെയും അന്നാസാണ്, അന്നാസാണ്. നോക്കൂ, നിങ്ങൾ അടുത്ത വാചകം അല്ലാഹ് പറയാൻ, ഇഖ്തറബ ലിന്നാസി ഹിസാബഹും. അത് സൂറത്ത് അംബിയായിലാണ്. സൂറത്ത് അംബിയായിലെ 1-ാമത്തെ വചനാണ്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു. നമ്മൾ പറയുന്നത് വിചാരണ ഉണ്ട് പരലോകത്ത്. ഈ വിചാരണ ഗണേശനും സുരേന്ദ്രനും ആസന്നമായിരിക്കുന്നു. അപ്പൊ ഈ വിചാരണയെ കുറിച്ച് മുസ്ലിങ്ങളെ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ജനങ്ങൾക്ക് വിചാരണ, 800 കോടി മനുഷ്യർക്ക് അവിടെ വിചാരണ ഉണ്ട്. ആ വിചാരണയുടെ സമയമായി അഥവാ ഖിയാമത്ത് നാളായി നിങ്ങൾ ദൈവത്തെടുത്താൻ കാത്തിരിക്കുകയാണോ എന്നാണ് സൂറത്ത് അംബിയായി. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും. അടുത്ത വാചകം സൂറത്ത് ഹജ്ജിന്റെ 1-ാമത്തെ വാചകം. അതിലെന്താ പറയുന്നത്? മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം വല്ലാത്തൊരു പ്രകമ്പനം തന്നെയാണ്. അപ്പൊ ലോകം അവസാനിക്കുന്ന പ്രകമ്പനത്തെ കുറിച്ച് എല്ലാ മനുഷ്യരെ അറിയിക്കേണ്ട ബാധ്യത ഈ ഖുർആൻ തന്നെയായി. കാരണം ഖുർആനിലുള്ള ഈ ആയത്ത് എങ്ങനെ ഭാസ്കരനോട് പറയും? ഓനോട് പറയേണ്ടതാണ് എന്നർത്ഥം. പറഞ്ഞാലേ കേൾക്കൂ, ഓൻ അറിഞ്ഞാലേ കേൾക്കൂ. എന്റെ ഒരു അനുഭവം അതാണ്. എത്ര കൗതുകത്തോടു കൂടിയാണ് മുസ്ലിങ്ങൾ ഇത് കേൾക്കറിയോ? ഞാൻ മെനയാന്നൊരു സ്ഥലത്ത് പോയി, പന്നിക്കോട് എന്ന് പറഞ്ഞേ. ഒരുപാട് സമയം ലേറ്റ് ആയിട്ടാ പരിപാടി തുടങ്ങി, 8:45 പക്ഷെ എന്നിട്ടും ആ മുസ്ലിങ്ങൾ നിന്നത് കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? അവരോടാ പറയുന്നത്, മനുഷ്യരോടാ പറയുന്നത്. മറ്റേത് നമ്മൾ പറയാം, അത് AP സുന്നികളെ കുറിച്ചല്ല അയാൾ പറയും. നമ്മളിപ്പോ എന്ത് കേൾക്കാന്? അത് നമ്മളെ പറ്റിയാണല്ലോ പറയുന്നത്, അതൊന്ന് കേട്ടു നോക്കാം. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴല്ലോ മനുഷ്യരവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ഈ വാചകം ഒന്നുകൂടെ കേട്ടോ. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. സൂറത്ത് ഹജ്ജിൽ തന്നെയാണ്, 5-ാമത്തെ വചനം.
അതിലും പറയുന്ന അല്ലയോ മനുഷ്യരെ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലാണോ, സംശയാലുക്കളാണോ? അപ്പൊ അഭിപ്രായ ഭിന്നതയുള്ള പരലോകം, വിചാരണ, ഇതൊക്കെ മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യരോട് പറയണം. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ. സൂറത്ത് ബഖറയിലെ 165. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്ന. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈന്ദവൻ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നില്ല അഭിപ്രായം ഉണ്ടോ? ക്രൈസ്തവൻ അള്ളാഹുവിൽ പങ്കെടുക്കുന്നില്ല അഭിപ്രായം ഉണ്ടോ? മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ അള്ളാഹുവിൽ പങ്കെടുക്കുന്നില്ല എന്ന് അഭിപ്രായം ഉണ്ടോ? അല്ല പറയണം, അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുണ്ട്, അവരെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ. നല്ല സൂറത്ത് ബഖറയിലെ 165 മുതൽ 168 വരെയുള്ള വചനം വിശാലമായി നിങ്ങൾ വായിച്ചു നോക്കി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തുടക്കം എന്ന നിലയിൽ, ഈ വിഷയത്തിന്റെ തുടക്കം എന്ന നിലയിൽ അന്നാസിനെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ. ഇത് മാത്രമാണ് ഇന്നത്തെ ഖുതുബന്റെ ആത്മാവ്. എന്താണ്? നമ്മൾ മുഴുവനും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ്. ഒരു ചെറിയ കുട്ടിക്ക് തൗഹീദ് പറയാൻ അറിയുമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് പറയേണ്ടതാണത്. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫിലെ 38-ലും 39-ലും യൂസുഫ് നബി സ്വപ്ന വ്യാഖ്യാനം ചോദിച്ച് രണ്ടാളുകളോട് അവിടെ നിൽക്ക്, സ്വപ്ന വ്യാഖ്യാനമൊക്കെ നമുക്ക് പറയാം. അർബാബും മുതഫർരിഖൂൻ വളരെ ചുരുങ്ങിയ സെക്കൻഡ് കൊണ്ടാണ്. ഖൈറുൻ അമില്ലാഹി വാഹിദുൽ ഖഹാർ. കാരുണ്യകനായ പ്രതാപശാലിയായ പടച്ചതമ്പുരാനാണോ, ഏകാധിപതിയായ സ്വച്ഛാധിപതിയായ പടച്ചതമ്പുരാനാണോ, വ്യത്യസ്ത ഇലാഹുകളാണോ? ഏതാ ഖൈർ? കിട്ടിയ 2 ആളെ കിട്ടി, ആ 2 ആളോടാ പറയുന്നത്. അല്ലേ? ദേവത്ത് മടുത്തിട്ട് പോയ ആളാ യൂനുസ് നബി. അള്ളാഹ് താക്കീത് ചെയ്തു, ശിക്ഷിച്ചു. പിന്നീട് അദ്ദേഹം വരുമ്പോഴേക്ക് 1 ലക്ഷം മനുഷ്യരാണ് പിന്നെ ഇസ്ലാം സ്വീകരിച്ച്. അതുകൊണ്ട് ഞാൻ ഈ ഇരിക്കുന്നവരോട്, ഇങ്ങനെ ദിവസം കഴിഞ്ഞു പോയല്ലോ, ഇപ്പൊ ഞാൻ ഇന്നിപ്പനോട് ഇറങ്ങുമ്പോൾ പറയണം, വെള്ളിയാഴ്ച എത്ര വേഗത്തിലാ പോണ്. കഴിഞ്ഞ ദിവസം കുളിച്ചൊരുങ്ങി മഞ്ചേരിക്ക് ഇറങ്ങി ഓർമ്മയുള്ളതെന്ന അത്ര ഫാസ്റ്റിലാണ് വെള്ളിയാഴ്ച കടന്നു പോകുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കാം, കഴിഞ്ഞ വെള്ളിയാഴ്ചന്റെയും ഈ വെള്ളിയാഴ്ചന്റെ ഇടയിൽ എത്ര ആളുകൾ സത്യദീനെ പറഞ്ഞു കൊടുക്കാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുക? ബാപ്പ അഡ്മിറ്റാണ്, അപ്പൊ ഐസിയുന്റെ മുമ്പിൽ കുറെ ആളുണ്ട്. വല്ലാഹി ഓരോ ഹോസ്പിറ്റലിന്റെ ഐസിയു ഞാൻ അനുഗ്രഹമായിട്ടാണ് കാണല്. 10 വർഷം ഡെമ്മനെയും കൊണ്ട് പലതവണ ഹോസ്പിറ്റലിൽ, അവസാനത്തെ 9 മാസം ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിന്റെ ഐസിയുന്റെ മുമ്പിൽ ഇരുന്ന ആളാണ് ഞാൻ. എത്ര ആളുകളുമായി സംസാരിച്ചു എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. അതിന് ജാതി മതവും ഞാൻ നോക്കിയിട്ടില്ല. ഏത് ടൈപ്പ് ആളുകളോട് സംസാരിക്കാൻ പടച്ചോന്റെ തൗഫീഖുണ്ട്. ആ ഭാഗങ്ങളൊക്കെ എനിക്ക് മനഃപ്പാടമുള്ളത് കൊണ്ട് ഞാൻ ആ ഉദ്ധരണി ഒരു പള്ളിയിലച്ഛനെ കണ്ടാൽ സംസാരിക്കും. നമ്മുടെ ബാധ്യതയാണ്. അവർ നാളെ നമുക്കെതിരെ പറയാതിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട വിശ്വാസികൾ എന്ന നിലയിൽ വളരെയേറെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഹമ്മദ് ദീദാദ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഒരു പ്രബോധകനുണ്ടായിരുന്നു. അദ്ദേഹം ശരിക്ക് ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ചായക്കടയിലൊക്കെ വന്നിരിക്കുന്ന ആളുകൾ ക്രിസ്ത്യാനികളുണ്ടാവും, വിദേശികളുണ്ടാവും, പലരുമുണ്ട്. ഒരു ഇസ്ലാമിനെ വിമർശിക്കുന്ന അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ആ കേട്ട സമയത്ത് ഇസ്ലാമിനോടുള്ള ഹുബ്ബ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്, അറിവില്ല. അപ്പൊ അദ്ദേഹം പഠിച്ചു, ഇവർക്കൊക്കെ മറുപടി കൊടുക്കണം എന്നുള്ളതിൽ അദ്ദേഹം പഠിച്ചു. ഇസ്ലാമിക വിമർശകർക്ക് മറുപടി കൊടുക്കാൻ പഠിച്ച് ലോകത്തിലെ തന്നെ അത്ഭുതമായി തീർന്ന ആളാണ് അഹമ്മദ് ദീദാദ്. ജാക്കിർ നായിക് അങ്ങനെയാണ്, അബ്ദുറഹ്മാൻ ഗ്രീൻ അങ്ങനെയാണ്, യൂസുഫ് എസ്റ്റസ് അങ്ങനെയാണ്, അല്ലേ? മാൽക്കം എക്സ് അങ്ങനെയായിരുന്നു. ഒരുപാട് ആളുകൾ, ഞാൻ പേരൊന്നും പറയില്ല, ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ അറിയപ്പെട്ട ഇതര മതത്തെക്കുറിച്ച് പഠിച്ചിട്ട് അവരെ അത് അഹങ്കാരത്തോടു കൂടിയല്ല, മറിച്ച് മനുഷ്യരോടുള്ള സ്നേഹത്തിൽ നിന്ന്. ഞാൻ ഇവിടുത്തെ നമ്മളെ എത്രയോ മക്കള് വെറുതെ ജീവിക്കുന്ന നമ്മുടെ കുട്ടികള് നമ്മളൊക്കെ ഒരു ഡോക്ടറാക്കണമെന്ന് വിചാരിക്കാറുണ്ട്, അല്ലേ? നമ്മളിവരെ ഡോക്ടറാക്കണമെന്ന് വിചാരിക്കാറുണ്ട്. ഒരു നല്ല പ്രബോധകനായി ഈ നാട്ടിലെ ഇതര മതക്കാർക്ക് ആശയം പറഞ്ഞു കൊടുക്കുന്ന, അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന വഴിയൊരുക്കുന്ന ഒരു മകനാകണം എൻ്റെ മകൻ എന്ന് എത്ര പേർ ആഗ്രഹിച്ചിട്ടുണ്ട്.
എത്ര പേർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഹറമിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ്. അദ്ദേഹത്തിന്റെ ഉമ്മ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് കൈ പിടിച്ച് പള്ളിയിലെ ദർസിൽ കൊണ്ടുപോയാക്കി ഉമ്മ സ്ത്രീകളുടെ കൗണ്ടറിൽ ആ ഭാഗത്ത് കാത്തിരിക്കും. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഉമ്മ 13-ാമത്തെ വയസ്സായപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിന് 13-ാമത്തെ വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ ഒരു കൂട്ടുകാരി പറയാണ് അവരോട്, കണ്ണിന്റെ കാഴ്ചയല്ലേ പോയിട്ടുള്ളൂ, ആന്തരിക കണ്ണിന്റെ കാഴ്ച പോയിട്ടില്ലല്ലോ, മകന്റെ മെമ്മറിയും അറിവും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അള്ളാഹു അവനെ ലോകപ്രസിദ്ധനാക്കും, നിങ്ങൾ പ്രാർത്ഥിക്കൂ. അത് പൂർത്തീകരിക്കപ്പെട്ടില്ലേ? കണ്ണുണ്ടായിരുന്ന ആലു ശേഖിന് കണ്ണുണ്ടോ? അല്ല, ഒരുപാട് ആളുകളുണ്ട് അന്ധന്മാരാകണം. ഹൃദയം അന്ധമാകുമ്പോഴാണ്. അതാണ് സൂറത്ത് ഹജ്ജിലെ 46 പറയുന്നത്, അവരുടെ ഹൃദയമാണ് അന്ധമാകുന്നത്. ഹൃദയം അന്ധമായാൽ എല്ലാം കണക്കാണ്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്നുള്ളതിന് പകരം എന്റെ മകൻ അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും അറബിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന, ലോകം തന്നെ ഏത് ലോകത്ത് പോയാലും അവന് പറയാനുള്ള അള്ളാഹുവിന്റെ ദീന് പറയാൻ കഴിയുന്ന, നരകത്തിൽ നിന്ന് മനുഷ്യർ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിനേക്കാൾ വലിയ കാര്യം എന്തുണ്ട്? ഖുർആനിലെ 3-ാം അധ്യായം 85 അള്ള പറയുന്ന കാര്യം എന്താ പറയുന്നത്? ആ വാചകത്തിൽ പടച്ചറബ് പറയുന്ന കാര്യം, ആ വാചകത്തിൽ അള്ള പറയാണ്, പിന്നെ എല്ലാ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന. ആ പ്രയോഗം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗാവകാശിയാക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. അപ്പൊ ഈ നാട്ടിലെ സകല മനുഷ്യരോട് സ്നേഹമുള്ള ഒരാൾ എങ്ങനെ അയാളെ നോക്കുക അറിയോ? സകലം ഒരു ഡോക്ടറുടെ മുമ്പിൽ എല്ലാ മതത്തിൽപ്പെട്ട രോഗികളുണ്ട്. ഒരാളോടും ആ ഡോക്ടർക്ക് എന്തില്ല? പശ്ചാത്തലത്തില്ല. ആ 3 ക്യാൻസറുള്ള ക്രിസ്ത്യാനിയിൽ നിന്നൊരു ക്യാൻസർ രോഗി, മുസ്ലിമിൽ നിന്നൊരു ക്യാൻസർ രോഗി, ഹൈന്ദവനിൽ നിന്നൊരു ക്യാൻസർ രോഗിനെ കിട്ടിയാൽ ആ 3 ആളെ ഒരേ ഭാവത്തോടെ നോക്കാൻ കഴിയണം. ഇവരെന്റെ രോഗികളാണ്, ഇവർക്ക് രോഗമാണ് മാറേണ്ടത്, ഇവരുടെ രോഗം മാറാനാണ് ഞാൻ പരിശ്രമിക്കേണ്ടത്. ഞാനൊരു മുസൽമാനാണെങ്കിലും ഞാൻ ഈ 3 പേരെ ഒരേപോലെയാണ് കാണുന്നത്. അതുപോലെയാണ് മഞ്ചേരി 22-ലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങളൊരു സുഹൃത്തിനോട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് വിചാരിക്കുക, ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ. എന്നാൽ ഇസ്ലാമിനെ ഭംഗിയായി അവതരിപ്പിച്ച ഒരു പ്രഭാഷണം അയാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ലേ? ഒരു ലഘുലേഖ അയാൾക്ക് എത്തിക്കാൻ കഴിയില്ലേ? ഈ പുസ്തകം നീ ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറയാൻ കഴിയില്ലേ? ഞങ്ങളുടെ ഖുർആനിലെ വചനം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു വാചകം പോലും ആ ഖുർആനിലില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ലേ? കഴിയണ്ടേ? അങ്ങനെ കഴിയണ്ടേ നമുക്ക്? അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രംഗത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രബോധകനും പ്രചാരകനുമൊക്കെയായി ഇന്നും സജീവമായി നമ്മുടെ പ്രവൃത്തി ഗോതയിലുള്ള ഹാഫിദ് ബിലാൽ കൊല്ലത്തിന്റെ ഉപ്പ, അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. അക്കാലഘട്ടത്തിലെ കോഴിക്കോട് ജില്ലയുടെ ചരിത്രം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഉമർ മൗലവിയുടെ, KP മുഹമ്മദ് മൗലവിയുടെ, അതുപോലെ അതിനേക്കാൾ അന്ന് നമ്മൾ ഉയർന്ന അക്കാലഘട്ടത്തിലെ, അദ്ദേഹത്തിന് 85 വയസ്സുള്ളൂ, ഈ ഇസ്ലാഹി പാതയിൽ, നവോത്ഥാന പാതയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഈ അടുത്ത ദിവസം മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഅഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നാമും ഇതുപോലെ മരിച്ചു പിരിയേണ്ടവരാണ്. എല്ലാവരോടും, ഈ പള്ളിയിലെ എൻ്റെ ഖുത്ബ കേൾക്കുന്ന കുട്ടികളോടും വിദ്യാർത്ഥികളുടെ എല്ലാവരോടും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടൊരു ജനത ഇങ്ങനെ അധപ്പതിച്ചു പോയത് മാത്രമല്ല, മറ്റുള്ളവരുടെ തെറ്റ് തിരുത്തേണ്ടതിന് പകരം അവരുടെ ആഘോഷമൊക്കെ നമ്മൾ നടത്തി കൊടുക്കുന്നൊരു വല്ലാത്ത അവസ്ഥ. ഇപ്പം എനിക്ക് തോന്നുന്നു പലരും എന്താ അറിയോ, ഈ ആഘോഷം അത് നിന്റെ ഒന്നല്ല, എൻ്റെതാ, ഞാൻ നടത്തി തരും, ഞങ്ങൾ വിളമ്പും, അച്ചോറ് നീ വന്ന് തിന്നാ മതി. അപ്പോഴാണ് ഓൻ അത്ഭുതപ്പെടുന്നത്, അല്ലേ ഇത്രയും കാലമായിട്ട് ഈ ആഘോഷം ഞങ്ങളുടെ ആഘോഷമാണല്ലോ, ഇതെന്ത് പറ്റിപ്പോയി? ഇപ്പൊ നമ്മൾ അവരുടെ അങ്ങോട്ട് നടത്തി കൊടുക്കുകയാണ്. അതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവരെ തിരുത്തല്ല, ആവേശപൂർവ്വം ഏറ്റവും വലിയ ഫണ്ട് ഇടുന്നത് ആ സ്കൂളിലെ മുസ്ലിം ടീച്ചേഴ്സാണ് ഇതെല്ലാ ആഘോഷത്തിലും. അതാണ് അത്ഭുതം. എന്താ, നല്ല പിള്ള ചമയാണ് ഈ നാട്ടിലെ, ഞാൻ നല്ലൊരു പൗരനാണ്, എന്താ എല്ലാ തോന്നിയാസത്തിനും ഞാൻ മുന്നിലുണ്ട്. അതാണ് നല്ല പൗരനാകാനുള്ള ഏറ്റവും വലിയ അടയാളം. എല്ലാ ബിദ്അത്തും എല്ലാ ശിർക്കും എല്ലാ കുഫറും അതിന് കൂടിക്കൊടുക്കുന്നതാണ് നല്ലൊരു പൗരനാകാനുള്ളതെന്ന. അതിലൊന്നും കൂടാതെ അള്ളാഹ് അസ്ലിയായി കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ ഈമാനും ഇഖ്ലാസും കാത്തു സൂക്ഷിച്ച ഒരാൾ ഒറ്റപ്പെട്ടാലോ
ഓൻ പിന്തിരിപ്പനാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ സൊസൈറ്റി അല്ലേ? ഓർക്കുക, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ചിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മസ്ജിദിന്റെ എല്ലാ വെള്ളിയാഴ്ചയും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ഒരു ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണ്. ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് പുതിയ വെള്ളിയാഴ്ചയാണ്. ഇനി വരാനുള്ളൊരു വെള്ളിയാഴ്ചയോ അത് പുഴയിലെ വെള്ളമൊഴുകുന്ന പോലെയാണ്. പുഴയിൽ ഒരു തവണയും വെള്ളമൊഴുകൂ, പിന്നെ അടുത്ത വെള്ളമാണ് ഒഴുകുന്നത്. അല്ലാതെ അങ്ങോട്ട് ഒഴുകിപ്പോയത് ഇങ്ങോട്ട് വരില്ല. അങ്ങോട്ട് ഒഴുകിയത് ഒഴുകി, നേരെ മറിച്ച് പിന്നെ വരുന്ന ഒരു പുതിയ വെള്ളമാണ്. പറയുമ്പോൾ ഒരു പുഴയാണ്. നമ്മൾ ഇന്ന് ഇരവിഴിഞ്ഞി പുഴ എന്ന് പറഞ്ഞാൽ ആ പുഴ തന്നെയാണ്. പക്ഷെ ആ പുഴയിലെ വെള്ളം മുമ്പുണ്ടായിരുന്ന വെള്ളമല്ല, അത് പലതാണ് ഒഴുകുന്നതാണ്. അതുപോലെ വെള്ളിയാഴ്ച എന്നത് പുതിയ വെള്ളിയാഴ്ചയാണ്, അല്ലാതെ പഴയതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയും കൊടുത്തല്ലോ, ഈ വെള്ളിയാഴ്ച വേണോ? അല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല ഈ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ഒരു പുതിയ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ചത്തെ ധർമ്മം വേറെ തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തൊരു സ്ട്രോങ് വിശ്വാസമായിട്ടാണ് കൊടുത്തത്, ആ വിശ്വാസം ഈ വെള്ളിയാഴ്ച ഉണ്ടാകും. അതാണ് ഈമാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ തിന്മകളും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇബാദത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ എന്ന ബോധ്യം അള്ളാഹു നമുക്ക് ഈ ഖുത്ബയിലൂടെ ഉണ്ടാക്കി തരുമാറാകട്ടെ. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കേണ്ടവരാണ് എന്ന നിലയിൽ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതെല്ലാം വിധത്തിൽ അതിനെ സഹകരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സഹകരിക്കാൻ സാധിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ